ഇപ്പം നരേന്ദ്രമോദി, ഈ രാഹുൽ ഗാന്ധി പോലെയുള്ള ദേശീയ നേതാക്കളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുണ്ട്. അപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നിരന്തരമായി മോദിയെ വിമർശിക്കുന്നു. മോദി എല്ലാ സംസ്ഥാനങ്ങളിലും പോയാൽ ക്ഷേത്രം, അമ്പലം, വിശ്വാസം, ഹിന്ദു എന്നൊക്കെ പറയുന്ന ആളാണ്. പക്ഷേ ഇവിടെ വന്ന അദ്ദേഹം ഇവിടുത്തെ ഒരു വലിയ വിഷയമായിട്ടുള്ള ശബരിമലയെക്കുറിച്ച് മിണ്ടുന്നില്ല. മിണ്ടിയാൽ അത് വോട്ടായി മാറും, അത് CPM-നെതിരാവും എന്ന് മനസ്സിലാക്കുന്ന മോദി അത് മിണ്ടാതിരിക്കുകയാണ്. CPM തന്നെ അധികാരത്തിൽ തുടരണം, ലെഫ്റ്റ് തുടരണം എന്നുള്ള പ്ലാനിൻ്റെ ഗ്രാൻഡ് ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണ് അത് പറയാത്തത് എന്നാണ് രാഹുലിൻ്റെ പ്രധാനപ്പെട്ട വിമർശനം. ഇന്നും മോദി തിരുവല്ലയിലടക്കം വന്ന് പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം സ്ഥാനാർത്ഥിയെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യുന്നതല്ലാതെ ഈ പ്രശ്നം സീരിയസ് ആയിട്ട് ഉന്നയിക്കുന്നില്ല എന്ന് കോൺഗ്രസ് ആൻഡ് UDF ഹാൻഡിലുകൾ പറയുന്നു. സത്യത്തിൽ നരേന്ദ്രമോദിയുടെ കേരള വിസിറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? അദ്ദേഹം വളരെ തന്ത്രപരമായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. എന്താണ് ജിംസ് തോന്നുന്നത്? മോദി ചില കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ടോ? മോദി സ്കിപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ശബരിമല തന്നെയാണ്. ഒന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് ആലോചിച്ച് നോക്കുക. BJP ഏറ്റവും കൂടുതൽ ഉയർത്തിയ കാര്യങ്ങൾ ശബരിമല തന്നെയായിരുന്നു. 2026 ശബരിമല ഒരു BJP ഒരു പ്രശ്നമാവുന്നില്ല. അതേക്കുറിച്ച് BJP നേതാക്കൾ വളരെ രഹസ്യമായിട്ട് സ്വകാര്യമായി പറയുന്നൊരു കാര്യം, ഞങ്ങളത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഗുണമൊന്നുമില്ല എന്ന് ഞാൻ 2 തെരഞ്ഞെടുപ്പ് തെളിയിച്ചു എന്നാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ക്യാമ്പയിൻ ആക്കിയത് മാറ്റി അത് UDF-നാണ് പ്രയോജനം ചെയ്തത്. ഞങ്ങൾക്കൊരു ഗുണവും കിട്ടിയിട്ടില്ല. അപ്പോൾ UDF-ന് ഗുണം ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ എന്തിന് പ്രചാരണം നടത്തണം എന്നുള്ള ഒരു ചോദ്യന്യായമാണ്. പക്ഷേ മോദി എന്തുകൊണ്ട് അത് സ്പർശിക്കുന്നില്ല? ഇപ്പോൾ തിരുവല്ലയിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം അയ്യപ്പനെ പരാമർശിച്ചു പോയി എന്നല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ശബരിമലയിൽ ഇരു മുന്നണികളും കക്കുവാണെന്നെങ്കിലും പറയാമല്ലോ. ശബരിമലയിൽ 2 മുന്നണികളും കളവാണ്, ഞങ്ങൾ ചെയ്യുന്നില്ല, അതുപോലും പറയുന്നില്ല. അതിൻ്റെ കാരണം അവരത് ആഗ്രഹിക്കുന്നില്ല. ശബരിമല ഒരു രാഷ്ട്രീയ ചർച്ചയാവാൻ BJP മോദി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളത് പലവട്ടം ഇവിടെ ചർച്ച ചെയ്തതാണ്. സ്വാഭാവികമായും അധികാരത്തിലേറും എന്ന് ഉറപ്പില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് BJP സംബന്ധിച്ച് അങ്ങനെ അധികാരത്തിലേറുന്നവർക്ക് ഉറപ്പില്ല. അവരിതിൽ പറയുന്നുണ്ടാവും 80-90 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പലരും പറയുന്നുണ്ടാവും. പക്ഷെ അവർ അധികാരത്തിൽ വരില്ല. കുറച്ച് സീറ്റുകൾ നേടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള ചില സീറ്റുകളിൽ മാത്രം നല്ല സ്ഥാനാർത്ഥി നിർത്തി അവിടെ അവർ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ. അങ്ങനെ ഇരിക്കെ LDF or UDF അധികാരത്തിൽ വരുന്നവർക്ക് ഉറപ്പാണ്. BJP എന്തായിരിക്കും ആഗ്രഹിക്കുക? നമ്മൾ റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക. നമ്മൾ ഡീൽ ആരോപണമൊക്കെ വിടുക, റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക. ഒരു കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരാനാണോ ആഗ്രഹിക്കുന്നത്? അതല്ല, കേവലം ഒരു പ്രാദേശിക പാർട്ടിയായി മാറിയ CPM-ൻ്റെ ഒരു സർക്കാർ വരാനാണോ BJP ആഗ്രഹിക്കുക? അവരെപ്പോഴും ഒരു പ്രാദേശിക സർക്കാർ വരാനാണ് ആഗ്രഹിക്കുക. ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടി ഒരു സംസ്ഥാനത്തെ അധികാരത്തിൽ വരാൻ BJP ഇഷ്ടപ്പെടില്ല. നമ്മൾ ഈ ഡീൽ ആരോപണം മാറ്റിവെച്ചാൽ പോലും BJP ആഗ്രഹിക്കുന്നതാണ് CPM വന്നോട്ടെ എന്നാണ്. കോൺഗ്രസ് അവർ ആഗ്രഹിക്കുകയില്ല. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ഒപ്പോണൻ്റാണ്. ഒരുപാട് സംസ്ഥാനങ്ങളിൽ BJP കോൺഗ്രസ് ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട്. പ്രധാന പ്രതിപക്ഷമാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടി ജയിക്കട്ടെ എന്ന് BJP ആഗ്രഹിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. അത് പിന്നെ അത് പടരുന്നതിന് മാറും, അവർക്ക് കൂടുതൽ പൈസ വരും എന്ന് മാത്രമല്ല ഒരു സംസ്ഥാനം കൂടി അവരുടെ കയ്യിൽ വരും, രാജ്യസഭയിൽ കൂടുതൽ അംഗങ്ങൾ വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിൻ്റെ ഡീൽ എന്ന് വിളിക്കുന്നതിനാണ്. ഡീലില്ലാതെ തന്നെ BJP അത് ആഗ്രഹിക്കുമല്ലോ. എന്തിനാണ് പിണറായി വിജയൻ പോയി മോദിയായിട്ട് ഡീൽ ഉണ്ടാക്കുന്നത്? അതല്ലെങ്കിൽ തന്നെ BJP അത് ആഗ്രഹിക്കും. CPM വന്നോട്ടെ എന്നാണ് കരുതുക. RSS-ഉം അങ്ങനെ തന്നെയാണ് കരുതുക. RSS-ൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ കോൺഗ്രസ്സാണ് അവരുടെ മുഖ്യ ശത്രു. ഐഡിയോളജിക്കലി CPM-നേക്കാൾ ഇപ്പോൾ CPM കമ്മ്യൂണിസ്റ്റുകൾ രാജ്യത്ത് തുടച്ചു നീക്കപ്പെടേണ്ട മുഖ്യ ശത്രുക്കളാണെന്ന് വരുമ്പോൾ പോലും കോൺഗ്രസും CPM-ഉമായിട്ട് RSS പലതരത്തിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രലി എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ CPM-ഓ കോൺഗ്രസ്സോ പോയിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല. പല ഘട്ടങ്ങളിൽ കോൺഗ്രസ് കോലീബി സഖ്യമൊക്കെ കുപ്രസിദ്ധമാണല്ലോ. അതുപോലെ തന്നെ LDF സർക്കാർ അധികാരത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മൗനം പാലിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടുണ്ട് RSS. അപ്പോൾ അവരെ സംബന്ധിച്ച് RSS-നെ സംബന്ധിച്ച് അവരുടെ ഒരേ ഒരു പൊളിറ്റിക്കൽ ഓപ്ഷനല്ല BJP. അവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ ആം ആദ്മി പാർട്ടി വന്നോട്ടെ എന്ന് ആഗ്രഹിക്കും, ചിലപ്പോൾ തെലങ്കാനയിൽ BRS ഭരിച്ചോട്ടെ എന്ന് അവരാഗ്രഹിക്കും. കാരണം അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ BJP-യെ സംബന്ധിച്ച് ഇപ്പോൾ എന്താണ്, കോൺഗ്രസ് വരാതിരിക്കുക എന്ന് അവർ ശ്രദ്ധിക്കും. അതിന് ഡീലിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് ഇപ്പോൾ മോദി പറയുന്നത് കാണുന്നത്. അതിന് ഡീൽ എന്ന് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കോൺഗ്രസ് വിശേഷിപ്പിക്കാമെന്നേ പറയാൻ കഴിയും. ഓക്കെ, സാറിന് തോന്നുന്നു? പിന്നെ ഓൾമോസ്റ്റ് വ്യക്തമായി പറഞ്ഞു അത് അജിംസ്. എനിക്കും സെയിം കാര്യമാണ് തോന്നുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ മോദി ഇവിടെ വരുന്നത് എന്തിനാ? BJP പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ. അവർക്ക് പിന്നെ അതാണല്ലോ ബേസിക്കലി. ഇപ്പോൾ നമ്മൾ കണ്ടത് എവിടുന്ന് കഴിഞ്ഞ ബജറ്റ്, കേന്ദ്ര ബജറ്റ് തൊട്ട് നമ്മളിങ്ങോട്ട് പറയുന്നുണ്ട്, വെറുതെ ഗവേഷണ കേന്ദ്രം അല്ലാതെ മറ്റൊന്നുമില്ല, വലിയ തോതിൽ പിന്നെ ആഗ്രഹങ്ങൾ നൽകിയിട്ട് അത് മാത്രം ചെയ്തു. അപ്പോൾ അത് തൊട്ടിങ്ങോട്ട് നോക്കിയാൽ മതി. ഇവിടെ വന്ന സമയത്തും മോദി സർക്കാർ കേരളത്തെ വീക്ഷിച്ചതിലും ഒക്കെ തന്നെ പല രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പിന്നെ ഗവൺമെൻറ് എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ
സാധ്യമായ മറ്റു തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ അജണ്ട മാത്രമാണ്. ഇപ്പോൾ FCRA തന്നെ ആദ്യം പ്രഖ്യാപിക്കുന്നത് തന്നെ എന്താണ്, കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത് കൊണ്ടുവരാമെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ തോൽവി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർ ഒരിക്കലും ചിന്തിക്കുന്നൊരു സംഗതിയല്ലല്ലോ. ഒരു ഭരണത്തിലേറാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെങ്കിൽ ഇങ്ങനൊരു സംഗതി ആലോചിക്കുകയില്ല. ഭരണത്തിൽ എന്തായാലും എത്തില്ല, അപ്പോൾ നമുക്ക് നടപ്പാക്കി കളയാം, അതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നു. പക്ഷേ അത് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്ന് കണ്ടപ്പോഴാണ് ഒരുപക്ഷെ മാറ്റിവെച്ചത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മോദി പിന്നെ BJP അണികളെ ആവേശം കൊള്ളിക്കാൻ ഇവിടെ വരുന്നു, ചില ഡയലോഗുകളൊക്കെ ഇടുന്നു, പോകുന്നു എന്നുള്ളതല്ല. ഇതിൽ അതിനപ്പുറമുള്ള വലിയ ലക്ഷ്യങ്ങളോ വലിയ പദ്ധതികളോ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്കില്ല. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP കാണുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് മണ്ഡലങ്ങൾ, അതിൽ തന്നെ ഒന്ന് ആലോചിക്കൂ, അതിൽ തന്നെ അവർക്ക് നല്ല മേൽക്കൈയുള്ള മണ്ഡലങ്ങളിൽ അവരതിന് ശ്രമിക്കുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത് സീറ്റ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ കയ്പമംഗലം, കൊടുങ്ങല്ലൂരൊക്കെ പിന്നെ വലിയ തോതിൽ BJP വോട്ടുകളുള്ള മണ്ഡലമാണ് കയ്പമംഗലം. അതെ, അവിടെയൊക്കെ പിന്നെ കൊടുങ്ങല്ലൂരിൽ 2020 ആണ്, കയ്പമംഗലത്ത് BDJS ആണ്. അപ്പോൾ അവിടെ ഒരു പോരാട്ടം എന്നുള്ള നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ കൊടുങ്ങല്ലൂരിൽ ആർക്കാണ് അവർ യാതൊരു പരിചയമില്ലാത്ത ഒരു 2020 ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര ഉണ്ട് അവിടുത്തെ BJP അണികളെ എത്ര ആവേശം കൊള്ളിച്ചാലും അവരാർക്കാണ് വോട്ട് ചെയ്യുക? BJP ഒരു ശക്തി കേന്ദ്രമാണ്. അതെ, ആർക്കാണ് അവർ വോട്ട് ചെയ്യുക? ഈ പറഞ്ഞ ഈ തിയറി പ്രകാരമാണെങ്കിൽ, ഇപ്പോൾ അജിംസ് പറഞ്ഞ തിയറി പ്രകാരമാണെങ്കിൽ നാച്ചുറലി അവർ കൊടുക്കുന്ന വോട്ട് ആർക്കായിരിക്കും എന്നുള്ളതുണ്ട്. ഈ രീതിയിൽ കേരളത്തിൽ എല്ലായിടത്തും അതൊരു രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു BJPയുടെ വോട്ടാണ്, BJP വോട്ട് ബാങ്കാണ് ഇപ്പോൾ വളരെ ഓപ്പണായി കിടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആർക്കും വേണമെങ്കിലും തിരിയാനുള്ള ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ട്. പിന്നെ അതേസമയം തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി മോദിയെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധിക്കും പിന്നെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടല്ല. അത് ആ അറ്റാക്കിലൂടെ എന്തെങ്കിലും UDFന് നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു സ്വാഭാവികമായ ഈ തെരഞ്ഞെടുപ്പിൽ പതിവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വീണ്ടും സംഭവിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ പരം ഒരു വലിയ പിന്നെ കാര്യം മോദിയുടെ വിസിറ്റിലോ ഈ പറയുന്ന കാര്യങ്ങളിലോ ഉണ്ട് എന്ന് തോന്നുന്നില്ല.